കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് ചോദിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ര ഇടവഴി എന്ന് പറഞ്ഞുകൊണ്ട് മൂത്രമൊഴിക്കാനായിട്ട് ഒരു ചെറിയ ഇടവഴി, മൂത്ര ഇടവഴി. തൃശ്ശൂരുള്ളിലുള്ള ഒരു വലിയൊരു അത്ഭുതമാണ് മൂത്ര ഇടവഴി. 100 കൊല്ലമായിട്ടും ആൾക്കാരവിടെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇതിൻ്റെ രഹസ്യം? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ര ഇടവഴി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, തൃശ്ശൂർ വരുന്ന ഏതൊരു പുരുഷനും മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലമില്ല. ആ സ്ഥലമില്ലാത്തത് കൊണ്ട് സ്വസ്ഥമായിട്ട് ആ ഇടവഴിയിൽ വന്ന് മൂത്രമൊഴിക്കുന്നു. അവിടെയുള്ള കടക്കാരവിടെ വന്ന് മൂത്രമൊഴിക്കുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കള്ള് ഷാപ്പുണ്ട്. അവിടെ ആ കള്ള് കുടിക്കാനും എങ്ങനെയാലും 10-300 പേര് ഒരു ദിവസം എത്തുമെന്ന് വിചാരിക്കുക. ആ 300 പേര് അവിടെ മൂത്രമൊഴിച്ചിട്ടാണ് പോവുക. അവിടുത്തെ ജോലിക്കാരും മൂത്രമൊഴിച്ചിട്ടാണ് പോവുക. അതുപോലെ തന്നെ പരിസരത്തുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് മൂത്രമൊഴിച്ചിട്ടാണ് പോവുക. ഇതൊക്കെ നടക്കുന്നത് എവിടെയാണെന്ന് അറിയാം? തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഇതൊക്കെ നടക്കുന്നത്. വടക്കുന്നാഥൻ്റെ മുമ്പിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് ഇന്നവരെ നിർത്താനായിട്ട് കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, കോർപ്പറേഷൻ ഇതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാട്ടാ. കോർപ്പറേഷൻ ഒരു കാര്യം ചെയ്യുക, അവിടെ കുറച്ച് മൂത്രമൊഴിക്കാനുള്ള ഒരു പ്രോട്ടോക്കോൾ, കുറച്ച് മൂത്രമൊഴിക്കാനും തൂറാനുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ കൊണ്ടുവയ്ക്കുക. ഇത്രയും കോടികൾ വരുമാനമുള്ള ഒരു കോർപ്പറേഷനല്ലേ, എന്തിനാ ഈ ജനങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാണ്ടാണ് അവിടെയൊക്കെ വന്ന് മൂത്രമൊഴിക്കുന്നത്, അല്ലാണ്ട് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. ഇപ്പോൾ ഇതിൽ അവിടെ മൂത്രമൊഴിക്കുന്ന ആൾക്കാരൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ ഒഴിക്കുന്നുണ്ട്, അതൊക്കെ അവരെ പ്രൈവസിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. നമുക്കതല്ല നമ്മുടെ പരിപാടി. കോർപ്പറേഷനെ കണ്ണ് തുറപ്പിക്കുക, കോർപ്പറേഷൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മളിവിടെ ഈ കാണുന്നത്. അത് 1-2 ദിവസമൊന്നുമല്ല, 100 കൊല്ലമായിട്ട് ഇവിടെ ഈ മൂത്രയിടവഴി നിലനിൽക്കുന്നതാണ്. അവിടെ അടുത്ത് കടകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് കയറാനും മൂത്രമൊഴിക്കാനും നല്ല സൗകര്യമാണ്. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ മൂത്രം മുഴുവൻ ഒഴുകി ഇങ്ങോട്ട് വരുന്നത് എവിടേക്കാണെന്നറിയാം? റോട്ടിലേക്കാണ്. ആ വടക്കുന്നാഥൻ്റെ മെയിൻ റോഡായിട്ടുള്ള നമ്മുടെ ശക്തനിലേക്ക് പോണ വഴിയിലേക്കാണ് ഈ മൂത്രം മുഴുവൻ ഒഴുകി വരുന്നത്. അതും ചവിട്ടിയിട്ട് ആൾക്കാർ അവിടെ നടക്കുന്നത്. എത്ര മാറാ രോഗങ്ങൾ വരുന്നറിയാം? എത്ര മാറാ രോഗികൾ വന്ന് അവിടെ മൂത്രമൊഴിക്കുന്നത്. ഇപ്പോൾ ഒരു 100 കൊല്ലമായിട്ട് മൂത്രമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മണ്ണിൻ്റെ ഘടന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ 1-2 ഹോൾസെയിൽ കടകളുണ്ട്, അടക്ക എടുക്കുന്ന സ്ഥലമുണ്ട്, കുരുമുളക് എടുക്കുന്ന സ്ഥലമുണ്ട്, പിന്നെ ഈ കള്ള് ഷാപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കടകളൊന്നുമില്ല. അവിടെ മുഴുവൻ മൂത്രമൊഴിക്കാനുള്ള സ്ഥലമാണ്. ഇത് ഈ റോട്ടിലൂടെ കടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു കണക്ഷൻ റോഡുണ്ട്. പക്ഷേ ആ കണക്ഷൻ റോഡിലേക്ക് പോകാനായിട്ട് ഈ മൂത്രയുടെ കൂടെ ആരും പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒട്ടാ മണ. നമുക്കറിയാലോ, എല്ലാ ആൾക്കാരും അവിടെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ തീട്ടത്തിനേലും മണമാണ് മൂത്രത്തിന്. അപ്പോൾ അതാണ് ഒഴിക്കുന്നത്. അവിടെ വെള്ളം ഒഴിക്കണില്ല, ഒന്നും ഒഴിക്കണില്ല. വേനൽക്കാലത്ത് മുഴുവൻ മൂത്രം ഒഴിച്ചിട്ട് അതവിടെ ഉണങ്ങിക്കിടക്കും. പിന്നെ വർഷക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഒഴുകി വരികയും ചെയ്യും. സാംക്രമിക രോഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിലെ മൂത്ര ഇടവഴി. അവിടെ നിന്ന് ഒരു 4 അടി നടന്ന കോർപ്പറേഷനായി. ഇതെങ്കിലും കോർപ്പറേഷൻ അധികാരികൾ കണ്ണ് തുറക്കുക. ഒന്നുമില്ലെങ്കിൽ അവിടെ ഒരു CCTV കൊണ്ടുവയ്ക്കുക. അല്ലെങ്കിൽ അവിടെ മൂത്രം ഒഴിക്കുന്നവരെ അവിടെ ഒഴിപ്പിക്കാണ്ടിരിക്കുക. നിങ്ങൾ കുറച്ച് ബാത്റൂമും മൂത്രപ്പുരയും ഒക്കെ തൃശ്ശൂർ പണിതിടുന്നേ. എത്ര ആൾക്കാർ വന്നു പോണ സ്ഥലമാണ്. അവിടെയൊക്കെ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു വാടകയ്ക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ കയറി നമ്മളൊക്കെ കാര്യം സാധിച്ചു വരുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിൽ മൂക്ക് പൊത്തിയിട്ട് കിടക്കാൻ പറ്റുള്ളൂ. അത്ര വൃത്തികേടാ നടത്തുന്ന ആൾക്കാർ. കാശൊക്കെ പഠിക്കാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് തൃശ്ശൂരിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇടത് വന്നാലും വലത് വന്നാലും നമുക്കൊരു കാര്യമില്ല. പണ്ടാരം പറഞ്ഞിട്ട് ഏത് അച്ഛൻ വന്നാലും അമ്മയ്ക്കാ തോരക്കാരെന്ന് പറഞ്ഞ പോലെ, ഏത് വിരുന്നാരും വന്നാലും കോഴിക്ക് കെടുക്കപ്പുറതിയില്ല എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂർക്കാർക്ക് ഒരു കെടുക്കപ്പുറതിയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. എന്നിട്ട് നമുക്ക് നിങ്ങൾ അന്യനാട്ടുകാരെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വിട്ട് പാലക്കാട്, അതുപോലെ എറണാകുളം, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് തൃശ്ശൂർ വരുന്നവർ നിങ്ങളിവിടെ മൂത്രമൊഴിക്കാനൊന്നും സ്ഥലം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓട്ടോറിക്ഷ വിളിക്കുക, ആ ഓട്ടോറിക്ഷയിൽ കയറുക, മൂത്രമൊഴിയിൽ അന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. ഓട്ടോറിക്ഷക്കാർ കൊണ്ടുവന്ന് ഇറക്കും. അപ്പോൾ നിങ്ങൾക്കും മൂത്രമൊഴിക്കാം, ഓട്ടോറിക്ഷക്കാരനും മൂത്രമൊഴിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. അപ്പോൾ അന്യ ജില്ലയിൽ നിന്ന് വരുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക് തൃശ്ശൂർ മൂത്രമൊഴിക്കാൻ മാത്രം ഒരു മൂത്ര ഇടവഴിയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരാം, മൂത്രമൊഴിക്കുക. സ്ത്രീകൾ വന്ന് മൂത്രമൊഴിക്കില്ല എന്ന് മാത്രം. അപ്പോൾ ജോസ് തിയേറ്ററിൻ്റെ ബാക്ക് ഭാഗമാണ്. ജോസ് തിയേറ്റർ ഒരു കാരണവശാലും ആ ഗേറ്റ് തുറക്കാറില്ല. അത്ര തിരക്കുള്ള പടം വന്നാൽ മാത്രം അവർ തുറക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇടവഴി ഇവിടെ തൃശ്ശൂരുണ്ട് എന്ന് പറയാൻ വന്നതാണ്. ഇനിയെങ്കിലും കോർപ്പറേഷൻ ഒന്ന് കണ്ണ് തുറക്കും.
ഫ്രണ്ടിൽ കൂടെ പോകണം. ഇത് ബാക്ക് ഡോറാ.